പല മതവിഭാഗങ്ങളും വിശ്വാസ വിഭാഗങ്ങളും ആത്മാർത്ഥമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത്, ഈ ലോകത്തിലുള്ളത് ഗണ്യമാക്കാതെ സ്വർഗീയ പ്രത്യാശയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ ആർക്കും, ഈ ലോകത്തിലുള്ള ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളെ കൊല്ലാൻ സാധിക്കും, ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കും, ഞങ്ങൾക്കുള്ളതെല്ലാം കവർന്നെടുക്കാൻ സാധിക്കും. എന്നാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ലോക ജീവിതം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രതിഫലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. അത് നല്ല പ്രത്യാശ, നല്ല കാര്യം. എന്നാൽ അവരോട് ഇത് എങ്ങനെ സംഭവിക്കും? ഇതിൽ നിങ്ങളുടെ ശരീരം മണ്ണിനോട് ചേർന്നു. അത് അത് ഉള്ള കാര്യമാണ്. അത് ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. ജീവനറ്റുപോയി. ഒരു മൃഗം ചത്താൽ അത് അതിൻ്റെ ശരീരം മണ്ണിനോട് ചേരുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ഇതിലപ്പുറമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ എന്ന ചോദ്യത്തിന് ഇത് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങളിൽ ഒരു അകത്തെ ഒരു മനുഷ്യനുണ്ട്, ഉള്ളിലൊരാളുണ്ട്. ഇത് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകും. ശരി, അത് അദ്ദേഹം പറയുന്നത് നമുക്ക് ആ വാക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ആ ശരീരം പുറത്തേക്ക് പോകണമെങ്കിൽ അത് ഇപ്പോൾ ശരീരത്തിൽ ഉണ്ടാകണമല്ലോ. ഉണ്ടാകണം. അതെവിടെ ഇരിക്കുന്നു? വ്യക്തമായ ഉത്തരവില്ല. നമ്മൾ ശരീരം വിട്ടാൽ എങ്ങോട്ടാണ് പോകുന്നത്? അതിന് പല കാര്യങ്ങളും പല അവരുടെ പ്രത്യാശയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അവർ പ്രാഗൽഭ്യത്തോടെ പറയാനിടയായി തീർന്നു. ശരി, അതെല്ലാം നിൽക്കട്ടെ. ഇത് വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാം. ഇന്നലെ നമ്മൾ ആരായിരുന്നു? ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് 40-45 വർഷമായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു? എന്തായിരുന്നു? കുഴങ്ങി. ഉത്തരമില്ല. ഇന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായ ഉത്തരം വിശുദ്ധ വേദപുസ്തകം തരുന്നുണ്ടെങ്കിലും, സത്യത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ബൈബിൾ തരുന്നുണ്ടെങ്കിലും, ബൈബിളിൽ വിശ്വസിക്കുന്ന സമുദായങ്ങളും മതങ്ങളും വിശ്വാസ ജീവിതങ്ങളും തന്നെ, എന്തിനേറെ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ, വിശുദ്ധ ബൈബിളിനെ തന്നെ ആധാരമാക്കിയും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന കൂട്ടം തന്നെ അവർക്ക് ഈ കാര്യം അജ്ഞമാണ്. സൂക്ഷ്മതയോടെ പരിശോധിച്ച് ചെല്ലുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തിലെ ജീവിക്കുന്ന മനുഷ്യരിൽ അധിക ജീവിതങ്ങൾക്കും വിശ്വാസമാർഗം എന്ന് പറയുന്നത് അജ്ഞമാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം കൊണ്ട് എന്താണ് സാധിക്കുന്നത്, എന്താണ് തങ്ങളുടെ വിശ്വാസം, എന്താണ് തങ്ങൾക്ക് ഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുവാൻ അറിവില്ലാത്തവരാണ് എന്ന് നമുക്ക് അവരോട് അടുക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസം അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതത്തിന് അതിൻ്റെതായ ഉത്തരം ഏത് വശത്തുമുണ്ട്. അത് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ കണ്ടെത്തണം. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത്, ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ആരായിരുന്നു? ഈ ലോകത്തിന് മുമ്പേ ഈ ലോകത്തിൽ നമ്മൾ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച് വളർന്ന് ഇന്ന് ഒരു വ്യക്തിത്വമായി ഈ ലോകത്തിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് മുമ്പേ നാം ആരായിരുന്നു എന്നുള്ളത്, ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? എങ്ങനെ അത് ഗ്രഹിക്കാൻ സാധിക്കും? അതിന് നമുക്ക് തന്നിരിക്കുന്ന മറുപടി,
ഉം, ഏഹ്, പുതിയ നിയമ പുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ സകലത്തിലും, ഒരു കാര്യത്തിലല്ല, സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ അതുപോലുള്ളതിനെക്കുറിച്ച് ഗ്രഹിച്ചാൽ മതി. അതായത് സ്വർണത്തിൻ്റെ മൂലവസ്തു അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അതിൻ്റെ ആ ദ്രവ്യത്തിൻ്റെ ഘടന എന്താണെന്ന് അറിയണമെങ്കിൽ അതൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു ഭാഗം കിട്ടി അതിനെ പരിശോധിച്ചറിഞ്ഞാൽ മതി. പിന്നെ ഈ ലോകത്തിലുള്ള സകല സ്വർണവും അതിൻ്റെ മൂലവസ്തു എന്താണെന്ന് അതിൻ്റെ ഘടന എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ ആര് എന്ന് അറിയണമെങ്കിൽ മനുഷ്യന് സകലത്തിലും നമുക്ക് തുല്യനായ ഒരാളാണ് കർത്താവായ യേശുക്രിസ്തു. സകലത്തിലും തൻ്റെ സഹോദരന്മാർക്ക് തുല്യനാണ് യേശു എന്നാണ് ഇവിടെ വായിച്ചത്. യേശുവിൻ്റെ സഹോദരന്മാരാരാണ്? യേശുവിന് ഭൗതികമായ സഹോദരന്മാരുണ്ടായിരുന്നു. അതായത് യേശു അമ്മ മറിയയുടെ മൂത്ത മകനാണ്. യോസഫ് പിതാവിനും മറിയയ്ക്കും ആദ്യമായി ജനിച്ച മകനാണ് യേശു. യോസഫ് പിതാവിൻ്റെ രക്തവും ജീവനുമായിട്ട് തലമുറയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മറിയ എന്ന കന്യകയിൽ നിന്ന് ശരീരമെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജീവൻ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് മറിയയുടെ ശരീരത്തിൽ നിന്ന് ശിശു ഉളവായി തീർന്നത്. അപ്പോൾ മറിയയുടെ ആദ്യത്തെ മകനാണ് യേശു. മറിയയ്ക്ക് പിന്നെയും കുട്ടികളുണ്ട്. യൂദ തുടങ്ങിയ കുട്ടികൾ യേശുവിൻ്റെ ജഡപ്രകാരമുള്ള ഒരമ്മയിൽ നിന്ന് താൻ ഏത് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നുവോ അതേ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന മറ്റ് സഹോദരങ്ങൾ യേശുവിനുണ്ടായിരുന്നു. യാക്കോബ് യേശുവിൻ്റെ സഹോദരനാണ്. യൂദ യേശുവിൻ്റെ സഹോദരനാണ്. ഇങ്ങനെ യേശുവിന് ജഡപ്രകാരമുള്ള സഹോദരന്മാരുണ്ടായിരുന്നു. എന്നാൽ യേശു സഹോദരന്മാരായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ നിന്റെ സഹോദരന്മാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ ആരാണ്? അപ്പോൾ ഈ അമ്മ മറിയയിൽ നിന്ന് ജനിച്ച മക്കളെ സംബന്ധിച്ച്, സഹോദരന്മാരെ സംബന്ധിച്ചാണ് ഈ വന്നവർ പറഞ്ഞത്. യേശു പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് എൻ്റെ സ്വർഗസ്വനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഏവനും എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആ കാര്യം പറയുകയാണ്. അപ്പോൾ യേശു എന്നും സഹോദരന്മാരെന്ന് സംബോധന ചെയ്തിട്ടുള്ളത്, അത് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് തൻ്റെ ശിഷ്യന്മാരെയും വിശ്വാസികളെയുമാണ്. അതിൻ്റെ ഉത്തമമായ തെളിവാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷമാകുമ്പോൾ മഗ്ദലന മറിയയോട് പറയുന്ന കാര്യം ഇതാണ്: മറിയേ, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറയണം, ഞാൻ എൻ്റെ പിതാവും അവരുടെ പിതാവും എൻ്റെ ദൈവവും അവരുടെ ദൈവവുമായ എൻ്റെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണ്. അതായത് പത്രോസിനോടും ശേഷമുള്ള അപ്പോസ്തലന്മാരോടും പറയാനായിട്ട് മറിയയോട് യേശു പറഞ്ഞു വിടുകയാണ്. ആരോട്? എൻ്റെ പിതാവും അവരുടെ പിതാവും. അപ്പോൾ ഒരപ്പൻ്റെ 2 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരാണ്. എൻ്റെ ദൈവവും അവരുടെ ദൈവവും, ഇവർക്ക് രണ്ടുപേരുടെയും ദൈവം ഒരാളാണ്, ഒരു പിതാവാണ്. അങ്ങനെ അവരെ സഹോദരന്മാരെന്നാണ് കർത്താവ് അവിടെ സംബോധന ചെയ്യുന്നത്. നമുക്ക് സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പൊതുവായിട്ട് ഈ സഹോദരന്മാർ ആരെന്നാണ് യേശു ഉദ്ദേശിച്ചതെന്ന് നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പത്രോസും
മറ്റ് ശിഷ്യന്മാരുമാണ് യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള സഹോദരന്മാർ. യേശു ഉദ്ദേശിച്ചത്. എബ്രായലേഖനം നമ്മൾ വായിച്ചത്, ഇതേ തനിക്ക് തുല്യനായി, തനിക്ക് സകലത്തിലും തനിക്ക് തുല്യരായിരുന്നു ഇവർ, പാപമൊഴികെ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ യേശു. അപ്പോൾ യേശു എന്ന് പറയുന്നത് സഹോദരന്മാർക്ക്, പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും തുല്യനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു ആരെന്ന് നമ്മൾ പഠിച്ചാൽ സഹോദരന്മാരാരെന്ന് നമുക്ക് പഠിക്കാം. സഹോദരന്മാരാരെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ യേശു ആരെന്ന് ഗ്രഹിക്കാം. ഇതാണ് നമ്മൾ അതിൻ്റെ താരതമ്യത്തിന് വേണ്ടി ഇത്രയും പറഞ്ഞത്. നമ്മൾ ഈ ഭാഗത്തിൽ നമ്മുടെ പ്രത്യാശയെ സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു, ആരാണ് നമ്മൾ, എന്തിനാണ് നമ്മൾ ഇവിടെ ജനിച്ചത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിൽ കരുതിക്കൊള്ളണം. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ആരാണ് എന്നുള്ളത് ചിന്തിക്കുക. എൻ്റെ ഓർമ്മ വെച്ച് തുടങ്ങിയിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5 8 വയസ്സ് മുതലുള്ള കാര്യം മാത്രമേ എനിക്കറിയാവൂ. അതിന് മുമ്പുള്ള കാര്യം ഓർമ്മയില്ല. അതെന്താ? ഓർമ്മ വയ്ക്കാൻ ഈ ലോകത്തിൽ വന്ന് ജനിച്ചിട്ട് ഓർമ്മ വയ്ക്കുന്ന, അതായത് ഞാൻ കാര്യങ്ങളെ ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമേ ആയിട്ടുള്ളൂ. ആ കാലഘട്ടം മുതലുള്ള കാര്യമേ എനിക്കറിയാവുള്ളൂ. അതിന് മുമ്പുള്ള കാലം എനിക്കറിവില്ല. അപ്പോൾ അതിന് മുമ്പുള്ള കാലം ഞാൻ ആരായിരുന്നു എന്ന് ഞാനെങ്ങനെ അറിയും? അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ മനുഷ്യനെ പഠിച്ചാൽ മതി. ആരെ? യേശു എന്ന ആ നിഷ്കളങ്കനായ മനുഷ്യനെ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? അതാണ് നമ്മളത് ചിന്തിക്കുന്നത്. ഇവിടെ യേശു ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന്, യേശു മറിയയിൽ നിന്ന് ജനിച്ചവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്. വചനം മാംസമായി തീർന്നവനാണ്. അവൻ ദൈവപുത്രനാണ്. അവൻ ദൈവപുത്രൻ്റെ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. ആ ദൈവരൂപം അവിടെ വെച്ചതിന് ശേഷം ദാസരൂപത്തിൽ ലോകത്തിലേക്ക് വന്നവനാണ്. അവൻ ദൈവസിംഹാസനത്തിൽ ഇരുന്നവനാണ്. അവനാണ് ഈ ജഡത്തിൽ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. അപ്പോൾ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, അപ്പോൾ തന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നത് ഈ ആൾ മാത്രമേ ഉള്ളൂ. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നയാൾ, ഈ ആളാണ് ദൈവപുത്രനായ ക്രിസ്തു. ഈ ക്രിസ്തു ആ വേഷത്തിൽ വരാതെ വണ്ണം ദാസരൂപത്തിൽ ലോകത്തിൽ വന്നവനാണ് യേശു. അപ്പോൾ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ മണ്ഡലങ്ങളിൽ അവനൊരു സ്ഥാനമുണ്ട്. ആത്മീയ മണ്ഡലങ്ങളിൽ അവൻ ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ്, അവൻ ദൈവപുത്രനായിരുന്നു. യേശുവിൻ്റെ രൂപം എന്തായിരുന്നു? യേശുവിൻ്റെ രൂപം അസ്ഥിയും മാംസവും അടങ്ങുന്ന മനുഷ്യരൂപമായിരുന്നു. അവന് അതിനെക്കുറിച്ചാണ് യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ പറയുന്നത്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ വന്ന ആളെക്കുറിച്ച് പറയുന്നതാണ്. ജഡരക്തങ്ങളോട് കൂടിയവൻ, അതായത് നമ്മളെപ്പോലെ തന്നെ ഒരു മുഖരൂപമുള്ളവൻ. അതായത് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ രൂപമാണോ യേശുവിൻ്റേത്, അതോ യേശുവിൻ്റെ രൂപമാണോ നമ്മുടേത് എന്നുള്ള ചോദ്യം വരും. അതിന് വചനം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യരൂപമുണ്ട്. അത് അമേരിക്കക്കാർക്കായാലും ഇന്ത്യക്കാർക്കായാലും ആഫ്രിക്കക്കാർക്കായാലും ചൈനക്കാർക്കായാലും റഷ്യക്കാർക്കായാലും പൊതുവെ ഒരു മാനുഷിക രൂപമുണ്ട്. ഈ രൂപം മുഴുവനും ഈ രാജ്യക്കാരുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും മുഴുവനും രൂപം ആദാമിനുണ്ടായിരുന്നു. കാരണം ആദാം എന്ന് പറഞ്ഞ അവരപ്പനിൽ നിന്നാണ് നമ്മൾ ഇവരെല്ലാം ഈ പാപിയും ദ്രോഹിയും ദുഷ്ടനും എല്ലാം ഉണ്ടായിട്ടുള്ള യേശു ക്രിസ്തു ഒഴികെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും ആദാമിൽ നിന്നുണ്ടായവരാ. അപ്പം ആദാമിൻ്റെ ഛായ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കുമുള്ള ഛായ ആദാമിൽ നിന്നാണ്. ആദാമിന് ഈ ഛായ എവിടെ നിന്ന് വന്നു?
അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദാമിനെ സൃഷ്ടിച്ചത്. അതായത് വരുവാനുള്ളവൻ ക്രിസ്തുയേശു. ക്രിസ്തുയേശുവിൻ്റെ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മുഖം നോക്കിയിട്ടാണ്, ആ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ആദാമിൽ നിന്ന് ജനിച്ച മനുഷ്യർക്കെല്ലാം ആ രൂപമുണ്ട്. ദെയർഫോർ യേശുവിൻ്റെ രൂപം സകല മാനവരാശിയിലും പരന്നിരിക്കുന്നു. ദുഷ്ടനായാലും നീതിമാനായാലും കള്ളപ്രവാചകനായാലും ഏത് മനുഷ്യനായാലും അവനെ എല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ രൂപം അവനുണ്ട് എന്ന് കാണാം. അപ്പോൾ യേശു ക്രിസ്തു എന്ന രൂപം, യേശു ക്രിസ്തു ആരാന്നുള്ള ചോദ്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പോൾ ദൈവരൂപത്തിലിരുന്നവനാണ്. അവൻ്റെ മാനുഷിക രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവനെ കണ്ടാൽ ആളല്ലായി തോന്നുമാറ് വിരൂപമായിരുന്നു. നമ്മുടെ രോഗങ്ങളെയും ഭാരങ്ങളെയും മുഴുവൻ അവൻ വഹിച്ചു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് അവൻ നിന്ദിതനായിരുന്നു. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇവിടെ വന്ന മനുഷ്യരൂപത്തെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ദൈവരൂപം, ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം എടുത്തു. ഈ ദൈവരൂപം എന്തായിരുന്നു? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 2-ന്റെ-18 നമ്മൾ വായിക്കുന്നത്. എന്താണ്? തുയത്തൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, വെള്ളോട്ട് സദൃശ്യമായ കാലും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന യേശു ഇവിടെ വന്ന് ഈ രൂപത്തിൽ വന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ രൂപം സ്വർഗത്തിലിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത്, വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു, കാല് വെള്ളോട്ടിന് സദൃശ്യം മുതലായിട്ടുള്ള ഒരു ഭയങ്കരമായ രൂപമായിരുന്നു യേശുവിൻ്റേത്. അന്ന് അവൻ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. അപ്പോൾ യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവപുത്രനായിരുന്നു. നോക്കാം. ഇനി നമ്മളോ? ശരി, യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവപുത്രനായിരുന്നു. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-5 പ്രകാരം നമുക്കത് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മളാരായിരുന്നു? ഈ പാപികളായ മനുഷ്യരും ഈ ലോകത്തിലുള്ള മറ്റു മനുഷ്യർ. യേശു ആദാമിൽ നിന്ന് ജനിച്ചവനല്ല. യേശു ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തവനാ. യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് യേശു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവനുളവായതാ. പിന്നെ നമ്മളെവിടെയായിരുന്നു? നമ്മൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. അന്ന് ഈ ലോകം സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി തികച്ചതിന് ശേഷം 6-ാമത്തെ ദിവസം മനുഷ്യനെയും സൃഷ്ടിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്ന് ഈ ലോകം മുഴുവനും മനുഷ്യരെ കൊണ്ട് നിറയണം എന്നാഗ്രഹിച്ചാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. അത് വചനത്തിൽ നിന്ന് നമുക്ക് സ്പഷ്ടമാകുന്നു. അപ്പം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം ഒരുങ്ങുക. ഈ ഒരുങ്ങുമ്പോൾ ദൈവം ഇരുന്ന് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? മനുഷ്യ ജന്മം എടുക്കണം. ആരെടുക്കണം? ഒന്നാമത് എടുക്കേണ്ടത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു, തൻ്റെ പുത്രൻ എടുക്കണം. ഇവനാണ് ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നത്. അതാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് ഇതിലേക്കാണ്. ഇതിലേക്ക് ഇവിടെ മനുഷ്യനായി വന്ന യേശുവിനെ കുറിച്ചാണ്. അങ്ങനെയല്ല. അദൃശ്യനായ ദൈവത്തിൻ്റെ വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം എന്ന് പറയുന്നത് ഈ സിംഹാസനത്തിലിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവരൂപമാണ്. ആ ദൈവരൂപത്തിലിരുന്നവനാണ്. അവൻ മനുഷ്യജന്മം എടുക്കാൻ പോവുക. അങ്ങനെ മനുഷ്യജന്മം എടുക്കുന്ന രൂപമാണ് യേശു. രണ്ടാമത്തതാണ് യേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. എഫേസ്യ ലേഖനം 1-4 എഴുതിയിരിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മെ മുൻ നിയമിച്ചു, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. 2 കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അന്ന് മനുഷ്യനുണ്ടായിരുന്നില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടായിരുന്നില്ല.
ഈ സമയത്താണ് സ്വർഗത്തിൽ ദൈവം തീരുമാനിക്കുന്നത്. എന്താണ്? മനുഷ്യ ജന്മം എടുക്കണം. ആരെടുക്കണം? ഒന്നാമത് ദൈവപുത്രനായ ക്രിസ്തു എടുക്കണം. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രൂപം കൂട്ടരുത്. അഗ്നിജ്വാലയ്ക്കത്തുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന രൂപയെ മനസ്സിൽ വരാവുള്ളൂ. അപ്പോൾ അവനാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അപ്പോൾ ദൈവപുത്രൻ ക്രിസ്തു മനുഷ്യജന്മം എടുക്കണം. പിന്നെ അടുത്ത ആരെടുക്കണം? ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്ന് സഭയായിട്ട് കൂടി വരുന്നത്. ഇന്ന് സഭയായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സഭയായിട്ട് കൂടി വരുമ്പോൾ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. യേശു ലോകത്തിൽ വരുന്നതിന് മുമ്പ് ദൈവപുത്രനായിരുന്നു. ആ നമ്മൾ അന്ന് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇവര് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവര് എന്ന് പറയുമ്പോൾ എടുക്കാത്തവരുണ്ടോ എന്ന് അർത്ഥമുണ്ടല്ലോ. അവിടെ 10 പേരുണ്ടായിരുന്നു. ആ 10 പേരെയും ഇങ്ങ് എടുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടായിരുന്നു. ആ 20 കുട്ടികളെ ഇങ്ങ് വിളിച്ചു എന്ന് പറഞ്ഞാൽ, അവിടുന്ന് അവരെ മുഴുവനും ഒരു സൽക്കാരത്തിന് വിളിച്ചു എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 20 പേരെയും വിളിച്ചു അത്ര തന്നെ. അവിടുന്ന് 4 പേരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 16 പേരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആത്മീയ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമാണ്, ഏതിൽ? ക്രിസ്തുവിനോടുകൂടെ മനുഷ്യജന്മം എടുക്കാൻ ദൈവം എടുത്തിട്ടുള്ളവരെ മാത്രമേ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ അന്നുണ്ടായിരുന്നു. ഈ സഭയെന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്നു. യേശു അന്നുണ്ടായിരുന്നു. യേശു ഒന്നാരായിരുന്നു? ദൈവപുത്രനായിരുന്നു. സഭ ആരായിരുന്നു? നമ്മളാരായിരുന്നു? ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. നമ്മുടെ രൂപം എന്തായിരുന്നു? നമുക്കത് വ്യക്തമല്ല. അത് വെളിപ്പെടുത്തിയിട്ടില്ല. അന്ന് നമ്മളുണ്ടായിരുന്നു. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഇത് നമ്മൾ അറിയുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഏകദേശം ഗ്രഹിക്കുന്നത് പ്രകാരമാണ് യൂദയെക്കുറിച്ച് പറയുമ്പോഴാണ്. എങ്ങനെ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? അല്ലേ? 12 പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും പിശാചാ. പിശാച് എന്ന് പറഞ്ഞത് എന്താ? നിങ്ങൾ ഓരോരുത്തരും പിശാച് എന്ന് പറഞ്ഞത് എന്താ? അതായത് പിശാച്, സാത്താൻ, ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പേരാ. ഏത്? ഈ സമൂഹത്തിൻ്റെ പേരാ. നിങ്ങൾ, അതായത് യൂദ മനുഷ്യനാണ്, യൂദ ശിഷ്യനാണ്, യൂദ ഒറ്റുകൊടുത്തവനാണ്. ഇതുപോലെ പിശാചെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പേരാ. പിശാചിന് വന്ന കണിയിലകപ്പെടാതിരിപ്പാൻ ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. സാത്താൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എതിരാളി എന്ന അർത്ഥമുള്ളൂ. അത് അവൻ്റെ പ്രവൃത്തിയെ കുറിക്കുന്നത്, അവൻ്റെ സ്വഭാവം, അവൻ ദൈവത്തിന് എതിരാണ്. എതിരാളി എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് SAWTAN, സാത്താൻ. സാത്താൻ എബ്രായ ഭാഷയിൽ സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളി എന്നർത്ഥം. ലൂസിഫർ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരാ, വ്യക്തിയുടെ പേരാ. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്, പിശാച് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ പേര്, സാത്താൻ എന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ പേര്. ഇതാണ് ഇവിടെ യേശു പറയുകയാണ്, 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? യൂദയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഒരുത്തരുടെ പിശാചാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിശാചുക്കളുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ എതിരാളിയായ ഒരു സമൂഹമുണ്ട്. പിശാചുക്കളുടെ സമൂഹം, അതിലൊരാളാണ് ഇവൻ. അപ്പം അവൻ മനുഷ്യജന്മം കിട്ടിയല്ലോ. പക്ഷെ അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം തിരഞ്ഞെടുക്കാത്തവരാരെന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കുക. ആത്മീയ മണ്ഡലത്തിൽ ക്രിസ്തു, തിരഞ്ഞെടുക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെടാത്തവർ 3 ഭാഗമായിട്ട് നമ്മളവിടെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു, അല്ല, ക്രിസ്തുവിനെ നിയമിച്ചു മനുഷ്യജന്മം എടുക്കാൻ. ഇത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മനുഷ്യജന്മം എടുക്കാൻ നിയമിച്ചു.
ഈ നിയമിച്ചവരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഇത് പുസ്തകത്തിൽ എഴുതി. 139 സങ്കീർത്തനമാണ്. എന്താണ്? നിയമിക്കപ്പെട്ട നാളുകളിൽ ഇതൊന്നുമില്ലാതിരുന്നപ്പോൾ ഇതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പുസ്തകത്തിൽ എഴുതി. ക്രിസ്തുവിനോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് മനുഷ്യജന്മം എടുക്കാനുള്ളവരെ പുസ്തകത്തിൽ എഴുതി. ഇവര് എന്തായി തീരുമെന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് സഭാപ്രസംഗി 6:10 എഴുതിയിരിക്കുന്നത്. ഒരുവൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. അതെല്ലാം വിധി കഴിഞ്ഞതാ. നമ്മൾക്ക് ആരായി തീരുന്നുള്ള വിധി കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്നതാ. അപ്പോൾ ക്രിസ്തു മനുഷ്യനായി ജനിക്കണം. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായി ജനിക്കണം. തിരഞ്ഞെടുക്കപ്പെടാത്തവർ ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെടാത്തവരുണ്ട്. അതായത് മനുഷ്യജന്മം എടുക്കാൻ ദൈവം നിശ്ചയിക്കാത്തവർ. അവരിൽ ഇതിന് വേറെയും ചില വിഭാഗങ്ങളുണ്ട്. ഒറ്റയടിക്ക് ഈ 3 ഭാഗമായിട്ട് ചെയ്യാം. ഈ തിരഞ്ഞെടുക്കപ്പെടാത്തവർ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവൻ ദൈവത്തിന്റെ എതിരാളിയായ പിശാചുക്കളുടെ സമൂഹത്തിലുള്ളവനായിരുന്നു യൂദാ. ഇവനെങ്ങനെ മനുഷ്യജന്മം കിട്ടി? ഇവനെ തിരഞ്ഞെടുക്കാതെ എങ്ങനെ മനുഷ്യജന്മം കിട്ടി? ഇതാണ് മനുഷ്യന്റെ പാപം കൊണ്ട് സംഭവിച്ചത്. ഒരിക്കലും യൂദാ ജനിക്കുമായിരുന്നില്ല ആദം പാപം ചെയ്തില്ലെങ്കിൽ. ഒരിക്കലും കോരഹും കൂട്ടരും ജനിക്കുമായിരുന്നില്ല. ഒരിക്കലും ഏശാവ് ജനിക്കുമായിരുന്നില്ല. ഇങ്ങനെ ഒരിക്കലും ദൈവം തിരഞ്ഞെടുക്കാത്തവരെ ആരും ജനിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. ഏത് പുസ്തകത്തിൽ? ജീവന്റെ പുസ്തകത്തിൽ. ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അതിന്റെ വിശദീകരണമായിട്ട് ഒന്നുകൂടി പഠിക്കാം. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ മുൻ നിയമിച്ചു. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുൻ നിയമിച്ചു. അവരുടെ പേരെല്ലാം പുസ്തകത്തിൽ എഴുതി. ഇനി മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ശത്രു അവകാശം പറഞ്ഞ് അവന്റെ പ്രജകളെ ഇവിടെ ജനിപ്പിക്കണം എന്ന് അവകാശം പറയും. അത് അവകാശം പറയും. അങ്ങനെ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോൾ മാത്രം അവരുടെ പേര് പുസ്തകത്തിൽ എഴുതിയില്ല. ഏത് പുസ്തകത്തിൽ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ല. ഇതാണ് പേരെഴുതാതിരിക്കുന്നവർ. തെരഞ്ഞെടുത്ത് പുസ്തകത്തിൽ എഴുതിയവര്, മറ്റൊരു കൂട്ടര് എഴുതാതിരിക്കുന്നവര്. അതാണ് ആ കൂട്ടത്തിലുള്ളതാണ് യൂദാ. ആ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി ആകാശത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്നവരുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ നിന്ന് വന്നവരുടെ പേര് എഴുതൂല. കാരണം അത് ശരിയാവില്ലെന്നറിയാം. മുൻ അറിവിൻ പ്രകാരം മുൻ നിശ്ചയിക്കുന്നു എന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്. മുൻ അറിവിൻ പ്രകാരം മുൻ നയിക്കുന്നു. കാരണം ഇവൻ എന്തായി തീരുമെന്നറിയാം. ഇവൻ മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്തായി തീരുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതിയിട്ടില്ല. അങ്ങനെ ഭൂമിയിൽ ജനിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇതിലൊരാളാണ് യൂദാ. കാരണം അവൻ പിശാചാണ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, തിരഞ്ഞെടുക്കപ്പെടാതെ ജീവന്റെ പുസ്തകത്തിൽ എഴുതാത്തവരുമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരാണ് ഇന്ന് ലോകത്തിൽ ജനിച്ച് അവർ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ഭയപ്പെട്ട് തങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുന്നവർ. ഇവരൊക്കെ എന്തായിത്തീരുമെന്ന് കർത്താവിനറിയാം. എവിടെ എത്തുമെന്നും കർത്താവിനറിയാം. ഒരുവൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചിരിക്കുന്നു. ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവൻ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തും. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്നാൽ പിന്നെ ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പറ്റില്ല. മുൻ നിയമിച്ചവനാണെങ്കിൽ അവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൻ താൻ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിയേ അടങ്ങും. ആ സ്ഥാനത്തേക്ക് എത്താൻ തക്കവണ്ണം ഒരു പ്രവൃത്തി അവൻ ചെയ്യുന്നത് വരെ അവന് സ്വസ്ഥത ഉണ്ടാവില്ല. അവനെ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും.
അവൻ ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഒരു വാക്ക് നമ്മളത് ഗ്രഹിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് സബദിയുടെ മക്കള്, അതായത് തൻ്റെ മക്കള് 2 പേരും യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന 2 പേര്, അവരുടെ അമ്മ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, "യേശുവേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്." "ആ, ചോദിക്ക്." "നിൻ്റെ മഹത്വത്തിൽ, നിൻ്റെ പുനരുത്ഥാന മഹത്വം ഉണ്ടല്ലോ, നീ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ ഈ ഒരു മകൻ നിൻ്റെ വലത്ത് ഭാഗത്തും ഒരു മകൻ ഇടത്ത് ഭാഗത്തും ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം." യേശു ചോദിച്ചു, "നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കാൻ സാധിക്കുമോ?" എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ കാര്യമാണ് അവിടെ പറഞ്ഞത്. "ഇത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമോ?" അപ്പോൾ അവർ പറഞ്ഞു, "ഞങ്ങൾ അനുഭവിച്ചോളാം. ഞങ്ങൾ അനുഭവിച്ചോളാം. നീ കുടിക്കുന്ന പാനപാത്രം ഞങ്ങൾ കുടിച്ചോളാം. നീ ഏൽക്കുന്ന സ്നാനം ഞങ്ങൾ ഏൽക്കും. ഈ കഷ്ടതയെല്ലാം ഞങ്ങൾ കൂടെ നിന്ന് അനുഭവിച്ചോളാം." അപ്പോൾ യേശു പറഞ്ഞു, "ശരിയാ. ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കും. ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും. ഇതൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത് അതാർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്കേ കിട്ടൂ." ആ വാക്യം ശ്രദ്ധിച്ചോളണം. ഇത് ആർക്ക് ഒരുക്കിയിരിക്കുന്നോ അവർക്കേ കിട്ടുള്ളൂ. വലിയൊരു രഹസ്യമാണ്. ഇവിടെ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം ഓരോരുത്തരും എത്തിച്ചേരാനുള്ള സ്ഥലവും അവർ പ്രാപിക്കേണ്ട പ്രതിഫലവും മുൻപ് കൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവർക്കൊന്നും ഒരു കാര്യവും പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരാളുടെ അവകാശം അപ്രകാരം മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് യൂദയെക്കുറിച്ച് പറഞ്ഞത്, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനം. യൂദ ചെന്ന് എത്തേണ്ടുന്ന സ്ഥാനം എഴുതി വെച്ചിരിക്കുന്നത് ദോഷമാണ്. ദോഷമുള്ള സ്ഥാനമാണ്. അവിടെ ചെന്ന് എത്തണമെങ്കിൽ ഇവൻ കർത്താവിന് ഒറ്റുകൊടുക്കണം. പക്ഷേ ഇവൻ കർത്താവിൻ്റെ ശിഷ്യനാണ്. സമയമായപ്പോഴേക്കും വചനം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനം. യൂദ ആ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം കർത്താവിന് ഒറ്റുകൊടുത്ത് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്ത് കളഞ്ഞ് അവൻ പോകേണ്ടുന്ന സ്ഥാനത്തേക്ക് അവൻ പോയി. അപ്പോൾ യൂദയ്ക്കും എത്തേണ്ടുന്ന സ്ഥാനം എഴുതിയിട്ടുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ട്. എത്തേണ്ടുന്ന സ്ഥാനവും നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ആ സ്ഥാനത്തെത്തും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ആരായിരുന്നു, നമ്മൾ ആരായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് സംശയം തീർക്കുന്ന ഭാഗമാണത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളണം, ഇത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആധാരമാക്കി നാം പഠിക്കുകയാണ്. എന്താണ് നാം പഠിക്കുന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ടാണ്. യേശു അങ്ങനെയെങ്കിൽ യേശുവിനെ പഠിച്ചാൽ നമുക്ക് നമ്മൾ ആരായിരുന്നു എന്ന് പഠിക്കാം. യേശു ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. ഇരുന്നത് എവിടെയാ? ദൈവസിംഹാസനത്തിൽ. നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ആത്മീയ മണ്ഡലത്തിലായിരുന്നു എന്നറിയാം. ആരായിരുന്നു എന്തായിരുന്നു അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് മനുഷ്യജന്മം എടുക്കാൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പുസ്തകത്തിൽ എഴുതിയതാണ്. യൂദയോ അല്ലെങ്കിൽ നശിച്ചു പോകുന്നവരോ, അവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല ജനിച്ചിരിക്കുന്നത്. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവർ നിത്യജീവനെ പ്രാപിക്കുകയുമില്ല. മാത്രമല്ല, അവർ ചെന്നെത്തുന്ന ദോഷത്തിൻ്റെ വശം, നാശത്തിൻ്റെ സ്ഥലം എഴുതപ്പെട്ടിട്ടുമുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. നമുക്കെല്ലാവർക്കും ഒരു സ്ഥാനം ദൈവം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കുട്ടികൾ ജനിക്കുകയോ അവരുടെ പ്രവൃത്തി ദോഷമുള്ളതോ നല്ലതോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം യാക്കോബിനെയും ഏശാവിനെയും കുറിച്ച് അരുളി ചെയ്തു.
കാരണം എന്തായിത്തീരുമെന്ന് ദൈവത്തിനറിയാം. ലോകസ്ഥാനത്തിന് മുമ്പേ കർത്താവ് ഇതൊക്കെ കണ്ടതാണ്. ഈ കണ്ടതിനൊത്തവണ്ണം നിയമിച്ചിട്ടുള്ളതാണ്. ഇതനുസരിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അത് എഴുതി തീർന്ന പുസ്തകം പോലെ, എഴുതി തീർന്ന് അത് വായിക്കുന്ന ഒരു പുസ്തകം പോലെ ഇത് വായിച്ചു തീർക്കുന്നു, അല്ലെങ്കിൽ ഇത് ഈ കാലഘട്ടം തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃപയാൽ കൃപയാൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും ദൈവത്തിൻ്റെ സഭയിൽ എത്തിച്ചേരുവാനും വലിയവനായ ദൈവം തന്ന കൃപ അത് ഏറ്റവും മഹത്തരമെന്നും ഭയങ്കരമെന്നും മഹാഭാഗ്യമെന്നും വിശ്വസിച്ച് ഭയത്തോടും വിറയലോടും കൂടി ആയിരിക്കാൻ ആർക്ക് കഴിയുന്നുവോ അതൊരു ലക്ഷണമാണ്. എന്താ കാരണം? എന്ത് ലക്ഷണം? നമ്മൾ നല്ലൊരു സ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ദൈവം മുൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.